നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഔട്ട നക്ഷത്രക്കാരുടെ വേഴമാറ്റം മകരക്കൂറുകാർക്ക് കുറച്ച് നേട്ടങ്ങളും കുംഭക്കൂറുകാർക്ക് കുറച്ച് കോട്ടങ്ങളും ഉള്ളതാണ്. വേഴൻ മകരക്കൂറുകാർക്ക് 7ാമത്തെ രാശിയിലാണ് വരുന്നത്. വേഴ 7 സഞ്ചരിക്കുന്ന സമയം നല്ല ഈശ്വരാനുഗ്രഹം ഉള്ള ഘട്ടമാണെന്ന് പറയും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ ഈ ലോകത്തെല്ലാം ഫാക്ടറി മിഷനറി എല്ലാം പ്രവർത്തിക്കും. അതേപോലെ നമ്മളൊരു പവർ യൂണിറ്റായിട്ട് മാറുന്ന സമയമാണ്. എന്ത് ചെന്ന് തൊട്ടാലും അത് നമുക്ക് വിജയവും നേട്ടവും കിട്ടും, അഭിവൃദ്ധി കിട്ടും. അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പല ദോഷങ്ങളിൽ നിന്നും മാറിക്കിട്ടും. വേഴ 7 നിൽക്കുകയാണ്. അപ്പോൾ 7 വരുമ്പോൾ ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാഹസ്തത്ര ആതുരോ വാജിയാണ്. അത്ര രോഗിയായിട്ട് ചാവാൻ കിടക്കണ ആൾ പോലും പുനർജനിച്ച ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി രക്ഷപ്പെടാൻ പറ്റുന്ന സമയവും എല്ലാ രോഗങ്ങളും ആപത്തുക്കളും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള യോഗമൊക്കെ ഉള്ള ഘട്ടമാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ ഓട്ടിക്കണം, സൂക്ഷിക്കണം. അപകടങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുമെങ്കിലും നമുക്ക് കുഴപ്പം പറ്റിയില്ലെങ്കിലും വണ്ടിക്ക് വല്ല കുഴപ്പം പറ്റിയാലും പൈസയൊക്കെ പോവും. അതുകൊണ്ട് സൂക്ഷിക്കണം. 7 വേഴം നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് പല ആപത്തുകൾ മാറിക്കിട്ടും. സൗമ്യ സപ്തമകെ വിവാഹ ഘടനോ എന്നാണ്. വിവാഹ സൗഖ്യം, കുടുംബ സൗഖ്യമൊക്കെ കിട്ടും. കാരണം ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, വിവാഹം വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കും ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും ബന്ധമൊക്കെ കിട്ടുന്ന സമയമാണ്. കലഹിച്ച് ഭിന്നിച്ച് വിരോധിച്ചിരിക്കുന്നവർക്കും കുടുംബവും സ്നേഹവും ബന്ധവും കിട്ടുന്ന സമയമാണ്. അതുമാത്രമല്ല, എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം, പഠിച്ചിട്ട് മതി മാത്രം കല്യാണം എന്നൊക്കെ വാശി പിടിക്കണ മക്കൾ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല വിവാഹം കിട്ടും. നല്ല ജോലിയുള്ളതും ജീവിത സൗകര്യങ്ങളുള്ളതും നല്ല സ്വഭാവ ശുദ്ധിയുള്ളതുമായ നല്ല ആൾക്കാരെയൊക്കെ ഭാര്യയായിട്ടും ഭർത്താവായിട്ടൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വിവാഹ കാര്യത്തിന് കുറച്ച് പ്രാധാന്യം കൽപ്പിക്കണം. കാരണം വിവാഹമൊക്കെ എപ്പോഴും നടക്കണ ഒരു സംഭവമല്ല. നല്ലൊരു ഭർത്താവിനോട് ജീവിക്കുക, നല്ലൊരു ഭാര്യയോട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. ലവറും ഫ്രണ്ട്സും ഒക്കെ ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ അത് ശാശ്വതമല്ല. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസത്തിലും വഞ്ചനയിലും ചതിയിലും നമ്മളെക്കാരും നല്ലൊരാളിനെ കിട്ടിയാൽ ചിലപ്പോൾ പോയെന്നിരിക്കും. പക്ഷെ മിക്ക ഭാര്യകളും ചില ഭർത്താക്കന്മാരും അങ്ങനെ പോകണവരല്ല. സ്നേഹം കൊണ്ട് ജീവിക്കാൻ തയ്യാറായി ബന്ധം ഉണ്ടാക്കുന്നവർക്ക് ആ സ്വഭാവ രീതികൾ സന്തോഷകരമായിട്ട് ജീവിക്കാൻ ശ്രമം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. വിദേശയാനം, വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങൾ കിട്ടും. അധികമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളൊക്കെ കിട്ടും. അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ വലിയ സമൃദ്ധിയും സന്തോഷവും നേട്ടങ്ങളും കിട്ടുന്ന സമയമാണ്. വേഴ 7 നിൽക്കുന്ന സമയം മാത്രമല്ല, ഉച്ചത്തിലാണ് നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ ശൃംഗസ്ഥിതേ തനുപദോ സദനസ്വ വീരാൻ ജേതാൻ ദിഷാൻ കലുഭവേൽ പ്രഥമാന തേജോ എന്നാണ്. സദനം നിറയെ പൈസ കിട്ടും, ഉത്സാഹം കിട്ടും. ജേതാവ് എന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും മത്സരത്തിനും പരീക്ഷയ്ക്ക് പോയാലും വിജയം കിട്ടും. അഭിമാനം, തേജസ്, ഐശ്വര്യവും ഒക്കെ കിട്ടും. പിന്നെ സ്വച്ഛസ്ഥിതി ദേവഗുരു ഭൃഗൂർവ ചന്ദ്രേണയുക്ത യതി ലഗ്നസംസ്ഥ പ്രീതിം വദേ ദേവജന സമസ്താൻ പക്ഷേണ ലാഭസ്യ ചതുഷ്പദാന എന്നാണ്. സ്വച്ഛസ്ഥിതി, സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ദേവഗുരുവായ വേഴനോ ശുക്രഗ്രഹമായ ഭൃഗുവോ വരികയും ചന്ദ്രേണയുക്ത ചന്ദ്രൻ്റെ രാശിയിലോ ചന്ദ്രനുമായിട്ട് യോഗം വരികയോ ജനിച്ച കൂറുമായിട്ട് ബന്ധം വരികയോ ചെയ്ത പ്രീതിം വദേ ദേവജനാൻ സമസ്താൻ സമസ്ത ദേവന്മാരും സമസ്ത ജനങ്ങളും നമ്മളോട് പ്രീതി കാണിക്കുന്ന സമയമാണ്. ഏത് ഇൻ്റർവ്യൂവിന്, ടെസ്റ്റിന്, പഠിപ്പിക്കുക, എവിടെ പോയാലും മത്സരത്തിൽ അവിടെ നമുക്ക് സഹായികളും അനുയായികളും കൂട്ടും ബന്ധവും ഒക്കെ കിട്ടി നമ്മളെ ജീവിതത്തിൽ നമ്മളറിയാത്ത നേട്ടങ്ങളും അഭിവൃദ്ധികളും അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. 2027 6-ാം മാസം 26-ാം തീയതി വരെയാണ് വേഴൻ കർക്കിടക രാശി നിൽക്കുന്നതെങ്കിലും ഇടയ്ക്കൊരു മാറ്റമുണ്ട്. 2027 ജനുവരി മുതൽ ഇടയ്ക്ക് 2026 ഒക്ടോബർ 10-ാം മാസം മുതൽ 2027 ജനുവരി വരെ വേഴൻ ചിങ്ങൻ രാശിയിലേക്ക് വരും.
അപ്പം മകരക്കൂറുകാർക്ക് 8ലേക്ക് വരും. ആ ഒരു കാലഘട്ടം നമ്മളൊരു 3 മാസം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 10ാം മാസം മുതൽ 1ാം മാസം വരെ. അത് കഴിയുമ്പോൾ വീണ്ടും വേറെ 7ലേക്ക് വരുന്ന കാലഘട്ടം മകരക്കൂറുകാർക്ക് നല്ല ഭാഗ്യവും അപൂർത്തിയും കിട്ടും. വ്യക്തിക്ക് മാത്രമല്ല, സമ്പത്തിന്, പിള്ളേരുടെ വിദ്യ, വിവാഹം, ഉദ്യോഗം, അധികാരം ഇതൊക്കെ കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും പുരോഗതി കിട്ടാനും ഒക്കെ വളരെയധികം യോഗവും ഭാഗ്യവും കിട്ടുന്ന സമയവും കൂടിയാണ്. രക്ഷപ്പെടും. കുംഭരാശിക്കൂറുകാർക്ക് വേഴമാറ്റത്തിന് ബുദ്ധിമുട്ടാണ്. വേഴ 6ലാണ് വരുന്നത്. ഈ ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ച മുനയോ ഭാവാൻ അനിഷ്ടാൻ വരും. 3, 6, 8, 12 ഈ രാശികൾ അനിഷ്ടരാശിയായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. കഷ്ടരാശി. അത് 6ൽ നിൽക്കുമ്പോൾ ഹരിഭവനെ സഹജൈവ മൃഗതാം പത്യോ സ്ഥിതേ കലക. ഹരിഭവൻ 6ലോ സഹചാരിസ്ഥാനായ 3ലോ ബൃഹത്ത് വലിയ ഗ്രഹമായ വേഴനോ ദാമ്പത്യ ഗ്രഹമായ ശുക്രനോ സഞ്ചരിക്കുന്ന സമയം സ്ഥിതേ കലഹ, കലഹം സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ കല ഹനയതി ഇതി കലഹ, കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. കലഹമുള്ള വീട്, നാട്, രാഷ്ട്രീയം, അമ്പലം ഒന്നും ഇതുവരെയ്ക്ക് നന്നായിട്ടില്ല. നിങ്ങളെ വീട്ടിൽ അടി ഉണ്ടാക്കിയ വീട്ടിലുള്ളവർ കലഹിച്ചു പോകും, നിങ്ങൾക്കും കലഹം തോന്നും. അങ്ങനെ കലഹമാണ് നമ്മളെ നാട്ടിലുള്ള അടിക്കും വഴക്കിനും ഒക്കെ കാണും. അപ്പം വിരോധികൾ വർദ്ധിക്കുക. ആരായിരിക്കും ശത്രു എന്ന് വെച്ചാൽ വേഴൻ എന്ന് പറഞ്ഞ ഗ്രഹ സന്താനകാരകനാണ്. മക്കളോട് വരെ വിരോധം തോന്നും, മക്കൾക്ക് നമ്മളോടും വിരോധം തോന്നും, സന്താന ക്ലേശം ഉണ്ടായി പോകുന്ന സമയം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന വേഴൻ 6 നിൽക്കുന്ന സമയം നമുക്ക് ഋണാർത്ഥ, ചോര, ക്ഷത, രോഗശത്രുണ ബാധ്യത, കടങ്ങൾ കൂടി വരും. അത് പിള്ളേരുടെ വിദ്യയ്ക്കും വിവാഹത്തിനും പഠിത്തത്തിനും ഒക്കെ വേണ്ടി, പിള്ളേർക്ക് വേണ്ടിയും കുറേ കടങ്ങളൊക്കെ ആവും. വീടും വസ്തുവൊക്കെ വിറ്റുപറക്കെങ്കിലും കൊടുക്കാൻ പിള്ളേർ ജയിക്കട്ടെ, രക്ഷപ്പെടട്ടെന്ന് വിചാരിക്കുന്നതാണ് ഇന്നത്തെ അച്ഛനമ്മമാരുടെ സ്വഭാവം. പക്ഷെ കുറച്ച് നിങ്ങൾ ബാക്കി വച്ചിരിക്കണം. എല്ലാം കൂടെ പിള്ളേർക്ക് കൊടുത്ത അർത്ഥങ്ങൾ പഠിച്ച് മിടുക്കരായിട്ട് വന്നാലും അവർ പ്രതീക്ഷിച്ച, നമ്മൾ ആഗ്രഹിച്ച ജോലിയോ പൈസയൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ തകർന്നു പോകും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതൊരു കാര്യം. ഉന്ന ബാധ്യതകൾ. ചോരൻ നമ്മളെ വസ്തുവകൾ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകും. വലിയ സ്റ്റോറുകളും ഷോപ്പുകളും ഒക്കെ നടത്തുന്നവർ വളരെ സൂക്ഷിച്ചോണം. കള്ളന്മാർ ലോക്കറൊക്കെ പൊട്ടിച്ച് പൈസയൊക്കെ എടുത്തുകൊണ്ടു. കള്ളന്മാരല്ല, ഉദ്യോഗസ്ഥന്മാരും ഉള്ളത് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയമാണ്. ഉദ്യോഗസ്ഥന്മാരെന്ന് വെച്ചാൽ ED, ഇൻകം ടാക്സും ഒക്കെ വന്ന് നമ്മളുള്ള പൈസ അവർ പറയിക്കൊണ്ടുപോകും. കടം കൊണ്ട് പൈസയും പലിശയൊന്നും അടയ്ക്കാനില്ലെങ്കിൽ ജപ്തിക്ക് ബാങ്കുകാരും പഞ്ചായത്തുകാരും ഒക്കെ വരുന്ന സമയമാണ്. ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയം. ക്ഷതം മറിഞ്ഞു വീണ് കൈകാലും ഓടിയണ സമയം, ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയം. രോഗങ്ങൾ, ചെറിയ അസുഖം, നടുവേദന, കാലുവേദന ഇതൊക്കെ വന്നാൽ മാറൂല. ശത്രു എന്ന് പറയുന്നത് ഒരുപാട് ശത്രുക്കളും വിരോധികളും ഉണ്ടാകും. സ്കൂളിൽ ചെന്നാൽ ടീച്ചർമാർക്ക് നമ്മളെ കണ്ടുകൂടാ, പിള്ളേർക്ക് വിഷമതകൾ, മാർക്ക് കുറഞ്ഞു പോവുക, മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കിട്ടാതെ 1/2 മാർക്കിനും 1 മാർക്കിനൊക്കെ നമുക്ക് റാങ്ക്, ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, സെലക്ഷൻ ഇതൊക്കെ കിട്ടാതെ പോവുക. അതുകൊണ്ട് എൻ്റെ ഭാവി പോയി, ജീവിതം പോയി, സ്വസ്ഥത പോയെന്നും കൊണ്ട് ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, വിഷ്ണു പൂജയൊക്കെ ചെയ്തിട്ട് ഒരു പരീക്ഷയ്ക്ക്, ആ മത്സരത്തിന് പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മളും കുറച്ച് ഭക്തി കൂടി ജീവിക്കണം. ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അമ്പലത്തിൽ പോകണം. ഗണപതി പൂജ, സരസ്വതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ. ശത്രുക്കൾക്ക് വഴക്കുണ്ടാക്കുന്നതല്ല, കേസിന് പോകുന്നതല്ല പരിഹാരം. ശത്രുക്കളുടെ ശത്രുസംഹാര പൂജ എന്ന് പറയും. അപ്പം ശത്രുക്കളുടെ മിത്രങ്ങളായിട്ട് വന്ന് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ സ്നേഹമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ഐശ്വര്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെടാനും സന്തോഷവും സമൃദ്ധിയും കിട്ടാനും ഒക്കെ ഉള്ള യോഗങ്ങൾ വരും. അവിട്ടം നക്ഷത്രക്കാർ അസുരഗണക്കാരാണ്. സ്നേഹിച്ചാൽ ഇവരെ പോലെ നല്ലവരില്ല, വിരോധിച്ചാൽ ഇവരെ പോലെ ദുഷ്ടന്മാരില്ല. വാശിക്കും ഇവർ അക്രമത്തിനുമൊക്കെ 1ാം സ്ഥാനത്ത് നിന്നവർ. അതുകൊണ്ട് ഇവർക്ക് നമുക്ക് സ്നേഹം വേണം. എങ്കിലും കുരുക്കുകൾ വരാതെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് എതിർപ്പുകൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിഷമതകൾ വരുന്ന സമയം. അതുകൊണ്ട് കൃഷ്ണനെയും വിഷ്ണുവിനെയൊക്കെ ഒന്ന് പരിചയം. ആ ദേവി നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യ ഐക്യമത്യപ്രദ സൂക്തജപാഹ ആപനിവർത്തൈഹി ധനധാന്യവൃത്തൈഹി ഗവ്യാഭിഷേകാധികമത്വശുദ്ധൈഹി. അങ്ങനെ ഗണപതി പൂജയും ഭഗവതി പൂജയും ഭാഗ്യ സൂക്തജപവും ഐക്യമത്വ സൂക്തവും അങ്ങനെ മന്ത്രജപങ്ങളൊക്കെ നടത്തി ഭഗവാനെയൊക്കെ ഒന്ന് പഠിച്ച് എല്ലാ കാര്യങ്ങളും ബന്ധുക്കൾ പറയണ കേട്ട് സമാധാനമായിട്ട് സ്നേഹമായിട്ട് ജീവിച്ചാൽ നമുക്കൊരു പോറലും വരില്ല. അല്ലെങ്കിൽ
വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കുടുങ്ങി ജീവിതം തകർന്നു പോകുന്ന സമയങ്ങളും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ. ദോഷങ്ങളും തടസ്സങ്ങളും ഉള്ളതിന് നമുക്ക് പരിഹാരം ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കാലഭൈരവ ക്ഷേത്രത്തിൽ മാസം തോറും ദർശന, അർച്ചന, വഴിപാട്, പൂജയൊക്കെ നടത്തുന്നത് ഈ വേഴഗ്രഹം 6 വരണത്തിന് പരിഹാരമാണ്. അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. എല്ലാ അമാവാസി തോറും അമ്പലം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുറന്നിരിക്കും. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, വൈകുന്നേരം സർപ്പപൂജകളുണ്ട്. അഭിഷേകം, പാല്, തൈര്, വെണ്ണ, കളവം, കുങ്കുമം കൊണ്ടുള്ള അഭിഷേകങ്ങൾ, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം. ഈ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങളും പൂജയും വഴിപാടും നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങളും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പം ബാധിക്കില്ല. ജാതകം പരിശോധിക്കാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വിനകളും മാറി സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും വിദ്യയ്ക്കും ഉദ്യോഗത്തിനും അധികാരത്തിനുമൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വേഴൻ 2026 10-ാം മാസം മുതൽ ജനുവരി വരെ 2020 ജനുവരി വരെ കുംഭക്കൂറുകാർക്ക് 7 നിൽക്കുന്ന സമയം. ഒരു 3 മാസം ജോലിയും പൈസയും ഭാഗ്യവും അപകീർത്തിയും ഐശ്വര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ചെറിയൊരു ഗുണം ഈ വർഷം പ്രതീക്ഷിക്കാം. വലിയ ഗുണങ്ങൾ നമുക്ക് അടുത്ത കൊല്ലം പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.